ഈ ഒരു സിമ്പിൾ ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇത്രയും ബ്രൈറ്റ്നസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേറൊരു കളറായിരുന്നു. പിന്നെ ഞാനത് അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു നിയോൺ ഗ്രീൻ കളറാണ്. സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയൊരു റിസൾട്ട് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം സ്കിൻ ഡീപ്പായിട്ട് ക്ലീൻ ആകുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആകുന്നുണ്ട്. എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ഡീപ്പ് ക്ലീനിങ് ഒരു ഫേസ് പാക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടുക, ഇതൊക്കെ കവർ ചെയ്യാം. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. ഇനി അതില്ലെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ഞാനിവിടെ കൊടുത്തേക്കാം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് പ്രോഡക്റ്റ് ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക, വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചന്ദനത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ ബേസൻ ഉണ്ടല്ലോ, കടലമാവ്, അതെടുത്ത് യൂസ് ചെയ്താൽ മതി. നമുക്കിത് എപ്പോഴാണ് മേടിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ മേടിച്ചാൽ മതി. കാരണം ചന്ദനത്തിൻ്റെ പൊടി സൂപ്പറായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ലോക്കൽ ഷോപ്സിൽ നിന്നാണ് വാങ്ങുന്നത്. എപ്പോഴും എനിക്ക് ഒരേപോലത്തെ റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ ഇത്തവണയാണ് ആദ്യമായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് നോക്കിയത്. ഇതെനിക്ക് നന്നായിട്ട്, ബാക്കിയുള്ളതെല്ലാം സൂപ്പറാണെന്ന് പറയുന്നില്ല. ഞാനിങ്ങനെ കോംബോ ആയിട്ട് മേടിച്ചതിൽ എനിക്ക് ചന്ദനത്തിൻ്റെ പൊടിയും നീം ഫ്ലോർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓറഞ്ച് പീൽ പൗഡറൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കായിട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ കോംബോ ആയിട്ട് മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സാൻഡൽവുഡ് പൗഡർ മാത്രമായിട്ടോ നീം പൗഡർ മാത്രമായിട്ടോ നിങ്ങൾക്ക് യൂസ് ആക്കാം. ഞാനിപ്പോൾ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് നീം പൗഡർ ഓൾസോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മേടിക്കുക. ഇനി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതെടുത്ത് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം. അല്ലെങ്കിൽ അരച്ചെടുത്താലും മതി. ചന്ദനത്തിൻ്റെ നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് വീടിന് തൊട്ടടുത്തൊക്കെ കിട്ടുന്ന ഷോപ്സിൽ നിന്ന് നല്ലത് ട്രസ്റ്റബിൾ ആയിട്ടുള്ളത് മേടിച്ച് യൂസ് ആക്കാം. ഒരു നിർബന്ധമില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്തത് എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മിക്സ് ആക്കുന്നത് പാലിലാണ്. കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരല്പം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുഴുവനായിട്ടും വേണമെങ്കിലും നമുക്ക് തൈര് യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് തൈരും കുറച്ച് പാലും കുറച്ച് വെള്ളമൊക്കെ ചേർത്താണ് മിക്സ് ആക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് മാത്രം യൂസ് ആക്കിയാൽ മതി. ഡ്രൈ സ്കിൻകാരാണ്, സ്കിൻ എപ്പോഴും ഡ്രൈ പാച്ചസ് ഉണ്ട്, അതിങ്ങനെ പൊളിഞ്ഞിളകുന്ന അങ്ങനത്തെ ഒരു സ്കിന്നാണെങ്കിൽ പാല് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തൈര് മാത്രമായിട്ട് യൂസ് ആക്കാം. സൺ ടാൻ ഒരുപാടുണ്ട്, ഡ്രൈ സ്കിൻ ആണെങ്കിൽ തൈര് യൂസ് ആക്കുന്നത് നല്ലതായിരിക്കും. ഡെഡ് സെൽസും ഒക്കെ കാരണം സ്കിന്ന് നന്നായിട്ട് ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ അത് മാറാനും തൈര് യൂസ് ആക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, തൈര് പാല് ഇതൊന്നും സെറ്റാവില്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അലോവേര ജെല്ലോ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കൊടുത്താലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈര് ചേർത്ത് കൊടുത്തു, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു. എന്താ വെച്ചാൽ ഞാനിത് എന്തിനാണ് വെള്ളം ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കൂടിപ്പോയി എന്നുള്ളത്. ഓൾറെഡി ഞാൻ എടുത്തതെല്ലാം 1 സ്പൂൺ വെച്ചാണ് എടുത്തതെങ്കിൽ പോലും അത് ഒരു തവണ യൂസ് ആക്കാൻ തന്നെ കുറച്ച് അധികമായിപ്പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഒരു 1/2 സ്പൂണൊക്കെ വെച്ച് എടുത്താൽ മതി. അപ്പം ഞാനിപ്പം എടുത്തത് കൂടുതലായതുകൊണ്ട് എനിക്ക് അത്രയും പാൽ അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യേണ്ടി വരും. എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് തന്നെ അത്രയും പാലും തൈരും ചേർത്താൽ മേ ബി ബ്രേക്ക് ഔട്ട്സും പിമ്പിൾസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ഡ്രൈനെസ് ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പാല് തൈരൊക്കെ ചേർത്തിട്ട് ബാക്കി വന്നിട്ട് കംപ്ലീറ്റ്ലി വെള്ളം ചേർത്താണ് മിക്സ് ആക്കുന്നത്. കാര്യം അപ്പോൾ ഒരുപാട് ഉണ്ടാവില്ലല്ലോ. ഇത്രയും നമുക്ക് ഒരു തവണ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിന്ന് കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സോ ആ ഒരു ടൈമിൽ എല്ലാം ബാലൻസ് ആയിക്കോളും. നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ മുഴുവൻ പാലും തൈരും ഒക്കെ ചേർത്ത് മിക്സ് ആക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളം കൂടുതലായിട്ട് യൂസ് ആക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി നിങ്ങൾ പാല് തൈരൊന്നും ചേർക്കാത്തവരാണെങ്കിൽ പച്ചവെള്ളം യൂസ് ചെയ്യുന്നതിനേക്കാളും അലോവേര ജെല്ലും വെള്ളവും കൂടെ യൂസ് ആക്കുക, അല്ലെങ്കിൽ റോസ് വാട്ടറും വെള്ളവും കൂടെ യൂസ് ആക്കുക. ഇപ്പം എപ്പോഴും നമ്മൾ റോസ് വാട്ടറിൽ തന്നെ മുഴുവനും മിക്സ് ആക്കുക എന്ന് പറഞ്ഞാൽ കുറേ റോസ് വാട്ടർ എപ്പോഴും വേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലാന്നാണെങ്കിൽ കുറച്ചായിട്ട് യൂസ് ആക്കിയാൽ മതി. എന്നിട്ട് ഈ ഒരു പാക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു പാകത്തിനായി. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇനി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. മുഖം ആദ്യം നന്നായിട്ട് കഴുകണം.
പുറത്തൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കഴുകുക. എല്ലാ ദിവസവും മുഖം നന്നായിട്ട് രാത്രി കഴുകിയിട്ട് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നന്നായിട്ട് മുഖമൊക്കെ ഫ്രഷാക്കി കുളിച്ചിട്ട് കഴുകി സൂപ്പറായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്കിൻ ഡാമേജ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഏജിങ് സൈൻസ് ഉണ്ടാവുന്നത്, ആവശ്യമില്ലാത്ത കറുത്ത പാടുകൾ, കുരു വരുന്നത്, ഇതൊക്കെ തടയാനായിട്ട് നമുക്കതുകൊണ്ട് പറ്റും. പിന്നെ നമ്മൾ യൂസ് ആക്കുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിളാണ്. നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന്, അതായത് എപ്പോഴാണോ നമ്മൾ യൂസ് ആക്കുന്നത് ആ ഒരു ക്ലൈമറ്റിനും കൂടെ അടിപൊളിയാണെന്ന് ഉറപ്പുവരുത്തുക. ഓരോ സമയത്തും സ്കിൻ ഓരോ രീതിക്കായിരിക്കും റിയാക്ട് ചെയ്യുന്നത് ഓരോ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ. സോ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സിലും നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മോയ്സ്ചറൈസർ, ഫേസ് വാഷൊക്കെ യൂസ് ആക്കുമല്ലോ അത്. അടുത്തതായിട്ട് നമ്മൾ യൂസ് ആക്കേണ്ടതാണ് ഈ ഒരു ഫേസ് പാക്ക്. ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുഖം നോർമലി ഒരു നോർമലായിട്ടുള്ള ഒരു ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്ത് മുഖം കഴുകുക. അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ പുറത്തൊക്കെ പോയി വരികയാണെങ്കിൽ 2 തവണ ഡബിൾ ക്ലെൻസ് ചെയ്യുന്ന മെത്തേഡ് അറിയെങ്കിൽ അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വെച്ച് തന്നെ 2 തവണ മുഖം കഴുകുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, ഒരുപാട് ഓയിലി സ്കിൻകാരാണെങ്കിൽ മാത്രം നിങ്ങൾ 2 തവണ കഴുകുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഓർ 40 സെക്കൻഡ്സ് നമ്മൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് 2 തവണയൊക്കെ കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരുപാട് പുറത്തൊക്കെ പോയി നന്നായിട്ട് പൊടിയടിച്ച് വരുന്ന ദിവസങ്ങളിൽ മാത്രം 2 തവണ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഇനി മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പോലും ഈ മേക്കപ്പ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് പൊടിയൊക്കെ തുടയ്ക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഒരുപാട് ഡേർട്ട്സും ഇമ്പ്യൂരിറ്റീസൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് മേക്കപ്പ് ക്ലെൻസർ യൂസ് ചെയ്ത് ആ പൊടിയൊക്കെ തുടയ്ക്കുക. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് മേക്കപ്പ് ക്ലെൻസർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് കരുതണ്ട. ജസ്റ്റ് ആ ഒരു മേക്കപ്പ് ക്ലെൻസർ വെച്ചിട്ട് തന്നെ പഞ്ഞിയിൽ തൊട്ടിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഒരു തവണ നമ്മുടെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുഖം കഴുകുക കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡീപ്പായിട്ട് സ്കിൻ ക്ലീൻ ആകും. അത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നന്നായിട്ട് പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ 2 തവണ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കേട്ട് നോക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും പറഞ്ഞു തരാനായിട്ട് എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ തന്നെ വിശദമായിട്ട് പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ ഇത് ഞാൻ ഓയിലി സ്കിൻകാരുടെ കാര്യമാണ് പറയുന്നത്, ഡ്രൈ സ്കിൻകാരല്ല. നിങ്ങൾക്ക് ഒരുപാട് തവണ ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നോർമലി ഒരു മേക്കപ്പ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒറ്റ തവണ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്രയും ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു 15 മിനിറ്റ് വെച്ചിരിക്കുക. അതിനുശേഷം നമുക്കത് കഴുകിക്കളയാം. സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മുടെ സ്കിന്നിന് പറ്റിയ ഒരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയും വന്നിട്ട് ബെയർ മിനിമമാണ്. ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. സോ ഇത് ഉറപ്പായും ചെയ്യുക. പിന്നെ ഇനി നിങ്ങൾ സിറം യൂസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. അതിലൊന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നുണ്ട് എന്ന് മാത്രം ഉറപ്പ് വരുത്തുക. ആദ്യമായിട്ടാണ് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നതെങ്കിൽ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്രയും കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ ഒരു 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും. നിങ്ങളുടെ സൺ ടാൻ മാറും, സ്കിന്ന് കുറേ കൂടെ ഹെൽത്തി ആവും, നല്ല ഗ്ലോ വരും, സൂപ്പറാവും കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടാത്ത റിസൾട്ട് പോലും ഇതുപോലെ ഹോം റെമഡീസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിലൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. എപ്പോഴും അങ്ങനെ 2 തവണയൊന്നും മുഖം കഴുകരുത്, അത് നല്ലതല്ല. നന്നായിട്ട് പൊടിയടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. മേക്കപ്പ് ക്ലെൻസർ യൂസ് ചെയ്യാത്തവർ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയ ഒരു ഹോം റെമഡിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.